ഇതേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാലാട്ടോ. കാവക്കാടുന്ന് കലൂര് അങ്ങനെയുള്ള പല സ്ഥലം, പോത്താനിക്കാട് ബിവറേജാണ് മെയിൻ സ്ഥലം. അതേ വണ്ടി ഒന്നിച്ച് മാറിക്കുക. അങ്ങനെ പോണ ഒരു സ്ഥലമാണ്. ഞാനിതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. കാവക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഇത് ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. ഉണ്ടോ, ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ശരിക്കും പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, പിന്നെ എന്നാ ഊന്നുകല്ല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോണൊരു പാലാട്ടോ ഇതുണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇത് ഇവിടെ ഭയങ്കരമായിട്ട് വണ്ടി പോണ സ്ഥലം. എന്നാന്ന് വെച്ചാൽ ഇതൊരു മെയിൻ വഴി തന്നെയാണ്. മെയിൻ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ താഴെയൊക്കെ വീടുകൾ, വണ്ടി വരുന്നുണ്ട്, ഒന്ന് മാറി കിടക്കട്ടെ. ഇത് കണ്ടോ, ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ പാലത്തേക്കടെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഇത് എന്നാ പറയണേ, ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. എൻ്റെ നാടാണ് ഇത് ശരിക്കും കാവക്കാട്. ഇവിടെ ഒത്തിരി ഭംഗിയായി ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. ഞാൻ എല്ലാം തന്നെ കാണിച്ചു തരാം. ഇതുണ്ട്, നല്ലൊരു പുഴയുടെ അടുത്ത് തന്നെ ഒരു നല്ല വീട്. ഇത് കണ്ടോ, വെള്ളം ഒഴുകണേ. ഇതുണ്ടോ അങ്ങ് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം പുഴ വട്ടം കിടന്ന് അതിലൊക്കെ വണ്ടി വന്നുണ്ട്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും അത് എന്നാന്ന്. ഇത് കണ്ടോ, നല്ലൊരു കന്നാരത്തോട്ടം. ഇച്ചിരി വെയിലുണ്ട് കേട്ടോ. അത് ഞാൻ താമസിച്ചുപോയി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കിടക്കണോണ്ട് അവന്മാർക്കൊക്കെ സീറ്റൊക്കെ കൊടുത്ത്. ഇതൊക്കെ ഇതുണ്ട്, എന്ത് രസമാണെന്ന് നോക്കി. അങ്ങോട്ട് നോക്കുമ്പോൾ അതൊരു ചപ്പാത്ത കേട്ടോ. അത് ഞാനൊരു ദിവസം ഇങ്ങനെ എന്നാ പറയണേ, എൻ്റെ ഒരു സെൻറ്റ് ബർണാഡിനെ കുളിപ്പിക്കണ ചപ്പാത്ത. അതിലിപ്പോൾ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് അതിൽ കടന്നു പോകാനില്ല. അതുണ്ടോ, നല്ല കന്നാരത്തോട്ടവും ഇതൊക്കെ. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാട്ടോ, എൻ്റെ ആങ്ങളയുടെ സുഹൃത്തും കൂടിയാണ്. ചേട്ടൻ അവിടെ പോവാ. ഞാനൊരു വീഡിയോ എടുത്തോണ്ടിരിക്കണതാ. ചുമ്മാ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഭംഗിയൊക്കെ ജനങ്ങൾ കാണണ്ടേ. എന്തോ കടയിൽ പോവാ. അപ്പം ഞാൻ അന്നേരം ഇങ്ങ് പോകുന്ന ഷൈൻചേട്ടൻ അങ്ങ് പോയി. ഞാൻ ഇവിടം വരെ പൊക്കോട്ടെ. ഇത് കണ്ടോ, ആൾക്കാർ ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഒന്ന് കാണേണ്ട സംഭവം തന്നെയല്ലേ. ഇവിടെ എല്ലാം ഇങ്ങനെ ഞങ്ങളുടെ നാട് ശരിക്കും ഒത്തിരി ഇങ്ങനെ കന്നാരച്ചക്കയുള്ള നാടാണ്. കന്നാരേ കൂടുതലും ഇവിടെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല രസമായിട്ട് കണ്ടോ. ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇത് നേരിട്ട് കണ്ടാലേ അതിൻ്റെയൊക്കെ ഭംഗി എന്നാണെന്നറിയുള്ളൂ. ഇവിടെയൊക്കെ ഒത്തിരി പിള്ളേരിങ്ങനെ വന്ന് ഒത്തിരി വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഈ എന്തെങ്കിലും ഇങ്ങനെ കമൻറ്റുകളൊക്കെ ആൾക്കാർ ഇടുക. എല്ലാവരും ഒരു പരിധി വരെ ഇവിടെ ഉള്ളവരൊക്കെ എന്നെ അറിയണതുകൊണ്ട് ആരും തന്നെ ഒത്തിരി കമൻറ്റൊന്നും ഇടില്ല. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാലല്ലേ എനിക്കത് അറിയുള്ളൂ. പിന്നെ ഇങ്ങനെ ഒത്തിരി വണ്ടികളൊക്കെ വന്ന സ്ഥലമായോണ്ടേ ഇതുണ്ട്, കപ്പയൊക്കെ നട്ടേക്കണുണ്ടോ. ഇത് ശരിക്കും കനാലിൻ്റെ സ്ഥലമാണ് ഇതൊക്കെ. പക്ഷേ ആൾക്കാർ നല്ല വൃത്തിയായിട്ട് കാടൊക്കെ വെട്ടി തെളിച്ച് അവരെ കൃഷികൾ നടും. എന്നാന്ന് വെച്ചാൽ അത് കാട് കയറി കിടക്കണേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും കൃഷിയൊക്കെ നടുവാണെങ്കിൽ. ചേനയോ കപ്പയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർ ഇവിടെ നടണേ കേട്ടോ. അതൊരു വീടാട്ടോ. ഈ പാലം കിടന്നിങ്ങ് പോകുന്നു.
ഇത് കണ്ട, ഇതൊക്കെ നല്ല ഇത് കണ്ട, നല്ല സ്ഥലങ്ങൾ, നല്ല സൂപ്പർ സ്ഥലങ്ങൾ. ഈ സ്ഥലത്തൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്ത് ശരിക്കും വന്നൊന്ന് കാണേണ്ട ഒരു സംഭവം തന്നെ. ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാം തന്നെ കണ്ടില്ല. എനിക്ക് ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഒത്തിരി ഡോഗൊക്കെ ഉള്ളതുകൊണ്ട്, കുഞ്ഞുങ്ങൾ തൊട്ടെല്ലാം ഉള്ളതുകൊണ്ട്, പിന്നെ കടയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിനും സമയം കിട്ടണില്ല. എന്നാലും ഞാൻ എൻ്റെ ഇടയ്ക്ക് പിന്നെ വീട്ടിലെ പണികളൊക്കെ ഉണ്ടല്ലോ. ഇത് എന്നായിക്കട്ടെ, ഒന്ന് വന്നെല്ലാം ഒന്ന് കണ്ടു നോക്കാം.